പാഠാവലിയിലെ അർത്ഥങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ പദപരിചയമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് അലോസരം. അലോസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശല്യം എന്നാണ് അർത്ഥം. അലോസരം ശല്യം. മൂർധാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചി അല്ലെങ്കിൽ ശിരസ് എന്നാണ് അർത്ഥം. മൂർധാവ് എന്ന് പറഞ്ഞാൽ ഉച്ചി അല്ലെങ്കിൽ ശിരസ് എന്നാണ് അർത്ഥം. വിസ്മയം അത്ഭുതം. അത്ഭുതമാണ് കേട്ടോ. അത്ഭുതം എങ്ങനെ എഴുതാൻ നോക്കുള്ളൂ. വിസ്മയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ്. ഇനി അമ്പിളിമാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാഠഭാഗത്തിൽ അമ്പിളിമാമൻ എന്നാണ്. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, മനസ്സ്. പൂങ്കാവനം, പൂന്തോട്ടം, ഉദ്യാനം. പൂറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരിയായ റാണി എന്നാണ് അർത്ഥം. വമ്പൻ, വലിയവൻ, പ്രതാപി. വമ്പൻ എന്ന് പറഞ്ഞാൽ വലിയവൻ, പ്രതാപി എന്നൊക്കെയാണ് അർത്ഥം. റങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി, അഴക് എന്നൊക്കെയാണ് അർത്ഥം. ഭംഗി, അഴക്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. അലോസരം ശല്യം, മൂർധാവ് ഉച്ചി ശിരസ്, വിസ്മയം അത്ഭുതം, അമ്പിളിമാൻ അമ്പിളിമാമൻ, കൽബ് ഹൃദയം, മനസ്സ്, പൂങ്കാവനം പൂന്തോട്ടം, ഉദ്യാനം, പൂറാണി മനോഹരിയായ റാണി, വമ്പൻ വലിയവൻ, പ്രതാപി, റങ്ക് ഭംഗി, അഴക്. ഇനി കിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രശ്മിയാണ്. കിരണം രശ്മിയാണ്. ഞാണൊലി എന്ന് പറഞ്ഞാൽ ഞാൻ വലിച്ചു വിടുമ്പോഴുള്ള ശബ്ദമാണ്. ഞാണൊലി എന്ന് പറയുന്നത് ഞാൻ വലിച്ചു വിടുമ്പോഴുള്ള ശബ്ദം. പച്ചവിതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള വിരിപ്പ്. പച്ചവിതാനി പച്ച നിറത്തിലുള്ള വിരിപ്പ്. ഭോജനം ഭക്ഷണം. മൃഷ്ടാനം വയറു നിറയെയുള്ള ഭക്ഷണം. മൃഷ്ടാനം വയറു നിറയെയുള്ള ഭക്ഷണം. വരിനെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതയ്ക്കാതെ തനിയെ കിളിർത്തുണ്ടാവുന്ന ഒരു ധാന്യമാണ് എന്ത്? വരിനെല്ല് എന്ന് പറയുന്നത്. ശയ്യ കിടക്ക, കിടപ്പ് എന്നൊക്കെയാണ് അർത്ഥം. ശയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്ക അല്ലെങ്കിൽ കിടപ്പ് എന്നൊക്കെയാണ് അർത്ഥം. സൂനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാണ്. സൂനം എന്താണ്? പൂവാണ്. ഓക്കെ അല്ലേ? കിരണം രശ്മി, ഞാണൊലി ഞാൻ വലിച്ചു വിടുമ്പോഴുള്ള ശബ്ദം, പച്ചവിതാനി പച്ച നിറത്തിലുള്ള വിരിപ്പ്, ഭോജനം ഭക്ഷണം, മൃഷ്ടാനം വയറു നിറയെയുള്ള ഭക്ഷണം, വരിനെല്ല് വിതയ്ക്കാതെ തനിയെ കിളിർത്തുണ്ടാകുന്ന ഒരു ധാന്യം, ശയ്യ കിടക്ക കിടപ്പ്, സൂനം പൂവ്. നെക്സ്റ്റ് അന്നപൂർണയാം ദേവി എന്ന് പറയുന്നത് സുഭിക്ഷതയുടെ ദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മിനെയാണ് അന്നപൂർണയാം ദേവി എന്ന് പറയുന്നത്. അന്നപൂർണയാം ദേവി എന്ന് പറഞ്ഞാൽ സുഭിക്ഷതയുടെ ദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്നൊക്കെയാണ് അർത്ഥം. ആഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രമാണ്. ആഴി സമുദ്രം. കമനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമനീയം മനോഹരമായ എന്നാണ്. കമനീയം എന്ന് പറഞ്ഞാൽ മനോഹരമായ എന്നാണ്. ക്ലാവ് എന്ന് പറയുന്നത് ചെമ്പ് അല്ലെങ്കിൽ പിച്ചള, ഓട് തുടങ്ങിയ ലോഹങ്ങളിൽ ഓക്സീകരണം മൂലമുണ്ടാകുന്ന പച്ച നിറത്തിലുള്ള കറയാണ് എന്ത്? ക്ലാവ്. ക്ലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പ്, പിച്ചള, ഓട് തുടങ്ങിയ ലോഹങ്ങളിൽ ഓക്സീകരണം മൂലമുണ്ടാകുന്ന പച്ച നിറത്തിലുള്ള കറയാണ് ക്ലാവ് എന്ന് പറയുന്നത്. ഗേഹം ഭവനം, വീട് എന്നൊക്കെ അർത്ഥം. ഗേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനം, വീട് എന്നൊക്കെയാണ് അർത്ഥം. തായ അമ്മയാണ്. തായ അമ്മയാണ്. പിറന്നൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറന്ന് പ്ലസ് ഘൃതി ചേർന്നാണ് എന്ത്? ഋതി ചേർന്നാണ് എന്ത്? പിറന്നൃതി എന്ന് പറയുന്നത്. പിറന്നൃതി എന്ന് പറഞ്ഞാൽ പിറന്ന് പ്ലസ് ഋതി ചേർന്നാണ്. ഋതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഘൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം എന്നാണ് അർത്ഥം. ഋതി. മന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ എന്നാണ് അർത്ഥം. മന്ദം മെല്ലെ. നമ്മൾ മന്ദം മന്ദം എന്നൊക്കെ പറയില്ലേ, മെല്ലെ മെല്ലെ പോണേന്. അതിന് മന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ എന്നാണ്. വർഷിക്കുക, പൊഴിയുക അല്ലെങ്കിൽ പെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. വർഷിക്കുക എന്നുള്ളതിന് പൊഴിയുക അല്ലെങ്കിൽ പെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. വാൽക്കണ്ണാടി എന്ന് പറയുന്നത് നീണ്ട കൈപ്പിടിയോട് കൂടിയ ഒരുതരം മുഖക്കണ്ണാടിയാണ് വാൽക്കണ്ണാടി. ഓക്കെ അല്ലേ? വാൽക്കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീണ്ട കൈപ്പിടിയോട് കൂടിയ ഒരു തരം മുഖക്കണ്ണാടിയാണ്. ഇനി വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചമാണ്. വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചമാണ്. സരോരുഹം പറഞ്ഞു കഴിഞ്ഞാൽ താമരയാണ്. സരോരുഹം താമരയാണ്. സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുക. കുളി എന്നുള്ളതിനെയാണ് സ്നാനം എന്ന് പറയുന്നത്. സരോരുഹം പറഞ്ഞു കഴിഞ്ഞാൽ താമരയാണ്. ഇതുവരെ പറഞ്ഞു ഒന്നുകൂടെ പറയാം. അന്നപൂർണയാം ദേവി എന്ന് പറഞ്ഞാൽ സുഭിക്ഷതയുടെ ദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്നാണ് അർത്ഥം. ആഴി സമുദ്രമാണ്. കമനീയ മനോഹരമായ എന്നാണ് അർത്ഥം. ക്ലാവ് ചെമ്പ്, പിച്ചള, ഓട് തുടങ്ങിയ ലോഹങ്ങളിൽ ഓക്സീകരണം മൂലമുണ്ടാകുന്ന പച്ച നിറത്തിലുള്ള കറയാണ്. ഗേഹം ഭവനം, വീട് എന്നൊക്കെയാണ് അർത്ഥം. തായ അമ്മയാണ്. പിറന്നൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറന്ന പ്ലസ് കൃതി ചേർന്നതാണ് എന്ത്? ഋതി ചേർന്നാണ് എന്ത്? പിറന്നൃതി എന്ന് പറയുന്നത്. ഋതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം എന്നാണ് അർത്ഥം. മന്ദം മെല്ലെയാണ്. വർഷിക്കുക, പൊഴിയുക അല്ലെങ്കിൽ പെയ്യുക എന്നൊക്കെയാണ് അർത്ഥം.
വാൽക്കണ്ണാടി നീണ്ട കൈപ്പിടിയോട് കൂടിയ ഒരു തരം മുഖക്കണ്ണാടിയാണ് എന്ത് വാൽക്കണ്ണാടി. നമ്മൾ ഈ സിനിമ പാട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, വാൽക്കണ്ണാടി വെച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഗോൾഡൻ കളറിൽ ഇങ്ങനെ പിടിയൊക്കെ ആയിട്ടുള്ള, അതാണ് വാൽക്കണ്ണാടി. പിന്നെ വെട്ടം വെളിച്ചാണ്, സരോരുഹം താമരയാണ്, സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളി എന്നാണ് അർത്ഥം. നെക്സ്റ്റ് അഗതി. അഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവനത്തിന് വഴിയില്ലാത്ത വ്യക്തിയാണ് എന്ത് അഗതി എന്ന് പറയുന്നത്. അഗതി ഉപജീവനത്തിന് വഴിയില്ലാത്ത വ്യക്തി. അശരണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയമില്ലാത്തവരാണ്. അശരണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയമില്ലാത്തവർ എന്നാണ് അർത്ഥം. അശ്രു കണ്ണീരാണ്. അശ്രു കണ്ണീരാണ്. ഇഷ്ടാനിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടവും ഇഷ്ടമില്ലായ്മയും ചേർന്നാണ് എന്ത് ഇഷ്ടാനിഷ്ടം. ചാപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ പുരോഹിതർ, കന്യാസ്ത്രീകൾ എന്നിവരാണ്. ഇതൊക്കെ പൊതുവെ അഗതി മന്ദിരത്തോട് ചേർന്നിട്ട് ഉള്ള ആരാധന സ്ഥലങ്ങളായിരിക്കും. അതല്ലാതെ ഈ ചില കോളേജുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ക്രിസ്ത്യൻ കോളേജുകളിലൊക്കെ ആ സ്കൂളുകളോടോ അല്ലെങ്കിൽ കോളേജുകളോടൊക്കെ ചേർന്നിട്ട് ഇതേപോലെ ചാപ്പൽ കാണാറുണ്ട്. വദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖമാണ്. സാന്ത്വനം എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കലാണ്. സിദ്ധിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുക അല്ലെങ്കിൽ സാധിക്കുക എന്നാണ് അർത്ഥം. ലോഹ എന്ന് പറയുന്നത് ക്രിസ്തീയ പുരോഹിതർ ധരിക്കാറുള്ള ഔദ്യോഗിക വസ്ത്രമാണ് എന്ത് ലോഹ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. അഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവനത്തിന് വഴിയില്ലാത്ത വ്യക്തിയാണ്. അശരണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയമില്ലാത്തവരാണ്. അശ്രു കണ്ണീരാണ്. ഇഷ്ടാനിഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടവും ഇഷ്ടമില്ലായ്മയും. ചാപ്പൽ എന്ന് പറയുന്നത് ക്രിസ്തീയ പുരോഹിതർ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ താമസിക്കുന്ന ഇടം. അഗതി മന്ദിരം തുടങ്ങിയവയോട് ചേർന്നുള്ള ആരാധനാലയമാണിത്. ക്രിസ്തീയ പുരോഹിതർ, കന്യാസ്ത്രീകൾ എന്നിവർ താമസിക്കുന്ന ഇടം അല്ലെങ്കിൽ ക്രിസ്തീയ പുരോഹിതർ, കന്യാസ്ത്രീകൾ എന്നിവർ താമസിക്കുന്ന ഇടം അല്ലെങ്കിൽ അഗതി മന്ദിരം ഇവരൊക്കെ ചേർന്ന് കാണപ്പെടുന്ന ആരാധനാലയമാണ് എന്ത് ചാപ്പൽ എന്ന് പറയുന്നത്. വദനം മുഖമാണ്. സാന്ത്വനം ആശ്വസിപ്പിക്കൽ. സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ലഭിക്കുക സാധിക്കുക എന്നാണ് അർത്ഥം. ലോഹ എന്ന് പറയുന്നത് ക്രിസ്തീയ പുരോഹിതർ ധരിക്കാറുള്ള ഔദ്യോഗിക വസ്ത്രമാണ്. ഇനി നെക്സ്റ്റ് എട്ടകുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിനം മത്സ്യമാണ്. കക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കവിട്ടുന്നു ഛർദ്ദിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ മീൻസ് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ മേപ്പിട്ട് മുകളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഇതാക്കില്ലേ, അതിന് കക്കെന്ന് പറയും. പിന്നെ ഈ നായ്ക്കുട്ടികളൊക്കെ പൊതുവെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങനെ കക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ പറയാറുണ്ട്. കക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കവിട്ടുന്നു ഛർദ്ദിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. കല്ലുന്തി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിനം മത്സ്യമാണ്. എട്ടകുരി എന്ന് പറയുന്നത് ഒരു ഇനം മത്സ്യമാണ്. കല്ലുന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിനം മത്സ്യമാണ്. നെക്സ്റ്റ് ചോലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ തിങ്ങി വളർന്നത് മൂലം തണലുള്ള വനപ്രദേശമാണ് എന്ത് ചോലക്കാട് എന്ന് പറയുന്നത്. നീർക്കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ സഞ്ചരിക്കുന്ന ഒരിനം പക്ഷിയാണ്. മുങ്ങാങ്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലൂടെയുള്ള നീന്തലാണ് എന്ത് അല്ലെങ്കിൽ ഊളിയിടൽ, അതിനൊക്കെയാണ് എന്ത് മുങ്ങാങ്കുഴി എന്ന് പറയാ. വഴുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്നിമാറൽ, തെറ്റൽ എന്നൊക്കെയാണ് അർത്ഥം. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മളൊക്കെ വഴുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വഴുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്നിമാറൽ അല്ലെങ്കിൽ തെറ്റൽ എന്നൊക്കെയാണ് അർത്ഥം. വാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിനം മത്സ്യമാണ്. വീട്ടുതിണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാന്ത അല്ലെങ്കിൽ കോലായ ഒക്കെയാണ് അർത്ഥം. ഇവിടെ പൊതുവെ നമ്മൾ തിണ്ണ, കോലായ, വരാന്ത എന്നുള്ളതൊക്കെ പൊതുവെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ വീട്ടുതിണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാന്ത, കോലായ എന്നൊക്കെ തന്നെയാണ് അർത്ഥം. ഇവിടെ പറയാം. എട്ടകുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിനം മത്സ്യമാണ്. കക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കവിട്ടുന്നു ഛർദ്ദിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. കല്ലുന്തി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിനം മത്സ്യമാണ്. ചോലക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ തിങ്ങി വളരുന്നത് മൂലം തണലുള്ള വനപ്രദേശമാണ്. നീർക്കാക്ക വെള്ളത്തിൽ സഞ്ചരിക്കുന്ന ഒരിനം പക്ഷിയാണ്. മുങ്ങാങ്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലൂടെയുള്ള നീന്തലാണ് അല്ലെങ്കിൽ ഊളിയിടലിനെ മുങ്ങാങ്കുഴി എന്ന് പറയാം. വഴുക്കൽ എന്ന് പറഞ്ഞാൽ തെന്നിമാറ അല്ലെങ്കിൽ തെറ്റൽ എന്നൊക്കെയാണ് അർത്ഥം. വാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിനം മത്സ്യമാണ്. വീട്ടുതിണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാന്ത, കോലായ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് സജ്ജിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭരിച്ചത് എന്നാണ് അർത്ഥം. സാര സർവസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ സാരം. പൂർണ്ണമായ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാര സർവസ്വം എന്ന് പറയുന്നതാണ് എന്ത് പൂർണ്ണമായ സാരം. സഞ്ചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭരിച്ചത്. ഓക്കെ അല്ലേ. ഇനി അഗ്രിമസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ സ്ഥാനം അല്ലെങ്കിൽ ഒന്നാമത്തെ സ്ഥാനമാണ് എന്ത് അഗ്രിമസ്ഥാനം എന്ന് പറയുന്നത്. അദ്വിതീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് അല്ലെങ്കിൽ രണ്ടാമത്തേത് അല്ലാത്തത്, ഒന്നാമത്തേത് ഇതൊക്കെയാണ് എന്താ അർത്ഥം അദ്വിതീയം എന്നർത്ഥം. അദ്വിതീയം എന്ന വേർഡിന് അർത്ഥം. അമൂല്യ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലമതിക്കാനാകാത്ത സ്വത്താണ്. അമൂല്യ സ്വത്ത്, വിലമതിക്കാനാകാത്ത സ്വത്ത്.
അവഗാഹം എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള അറിവ്. അവഗാഹം ആഴത്തിലുള്ള അറിവ്. ഉദ്ഘോഷം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലുള്ള പറച്ചിൽ. ഉദ്ഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചത്തിലുള്ള പറച്ചിൽ. ഓദിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം പഠിപ്പിക്കുന്ന ആളാണ്. ഓദിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം പഠിപ്പിക്കുന്ന ആളാണ്. കലാനൈപുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലാപ്രവർത്തനത്തിലുള്ള സാമർഥ്യമാണ്. കലാപ്രവർത്തനത്തിലുള്ള സാമർഥ്യമാണ് കലാനൈപുണി എന്ന് പറയുന്നത്. ഇനി കാലയാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപജീവനാണ്. കാലയാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവനാണ്. കൃശഗാത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞയാളാണ്. കൃശഗാത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞ ആളാണ്. ദിനം പ്രതി പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം തോറും. ദിനം പ്രതി ദിവസം തോറും. ഒന്നുകൂടെ പറയാം തൊട്ടിട്ട്. അഗ്രിമസ്ഥാനം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സ്ഥാനം, ഒന്നാമത്തെ സ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം. അദ്വിതീയം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത്, രണ്ടാമത്തേത് അല്ലാത്തത്. അമൂല്യ സ്വത്ത്, വിലമതിക്കാനാകാത്ത സ്വത്ത്. അവഗാഹം ആഴത്തിലുള്ള അറിവ്. ഉദ്ഘോഷം ഉച്ചത്തിലുള്ള പറച്ചിൽ. ഓദിക്കാൻ വേദം പഠിപ്പിക്കുന്ന ആൾ. കലാനൈപുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപ്രവർത്തനത്തിലുള്ള സാമർഥ്യം. കാലയാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവനം. കൃശഗാത്രൻ മെലിഞ്ഞ ആൾ. ദിനം പ്രതി ദിവസം തോറും. ദീർഘനിദ്ര എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ഉറക്കം. ദീർഘനിദ്ര. നിർബന്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടവർ. പരിണയം വിവാഹം. പരിവർത്തന ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തിന്റെ ഘട്ടം. പരിവർത്തന ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തിന്റെ ഘട്ടം. പരിണയം എന്ന് പറഞ്ഞാൽ വിവാഹമാണ്. നിർബന്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം. പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി, കഴിവ് എന്നൊക്കെയാണ് അർത്ഥം. പ്രേരക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുന്ന ശക്തി അല്ലെങ്കിൽ ചാലക ശക്തി എന്ന് അർത്ഥമുണ്ട്. ബഹിപ്രസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഒഴുക്ക്. ബഹിപ്രസരം. ബഹിഷ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കപ്പെട്ടവർ. ബഹിപ്രസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തേക്കുള്ള ഒഴുക്ക്. ബഹിഷ്കൃതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്താക്കപ്പെട്ടവർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മറക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറയ്ക്കാനായി ഉപയോഗിക്കുന്ന ഓലക്കുട. ഈ നമ്മൾ പണ്ടത്തെ നമ്പൂതിരി സ്ത്രീകളൊക്കെ മറക്കുട പിടിക്കുമല്ലോ. അപ്പൊ മറക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറയ്ക്കാനായി ഉപയോഗിക്കുന്ന ഓലക്കുട. വിരളം അപൂർവം. വിസ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുക. വ്യാധി, രോഗം, ദുഃഖം. സപത്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ. സാപത്ന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപത്നി ഭാവാണെന്ത്? സാപത്ന്യം എന്ന് പറയുന്നത്. ഹണ്ഡതാകർഷിക്കുക എന്ന് പറഞ്ഞാൽ ശക്തമായി ആകർഷിക്കുക എന്നർത്ഥം. ഹണ്ഡതാകർഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശക്തമായി ആകർഷിക്കുക. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ഇവിടെ മുതൽ ഒന്നുകൂടെ പറയാം. പരിണയം എന്ന് പറഞ്ഞാൽ വിവാഹമാണ്. പരിവർത്തന ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തിന്റെ ഘട്ടം. പ്രാഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി, കഴിവ്. പ്രേരക ശക്തി, പ്രേരിപ്പിക്കുന്ന ശക്തി അല്ലെങ്കിൽ ചാലക ശക്തി. ബഹിപ്രസരം പുറത്തേക്കുള്ള ഒഴുക്ക്. ബഹിഷ്കൃതർ പുറത്താക്കപ്പെട്ടവർ. മറക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറയ്ക്കാനായി ഉപയോഗിക്കുന്ന ഓലക്കുട. വിരളം അപൂർവം. വിസ്മരിക്കുക മറക്കുക. വ്യാധി, രോഗം, ദുഃഖം. സപത്നി ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ. സാപത്ന്യം സപത്നീഭാവം. ഹഠാദാകർഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി ആകർഷിക്കുക. ഇനി കൈരളി പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഭാഷ അല്ലെങ്കിൽ മലയാളത്തിനാണ് കൈരളി എന്ന് പറയുന്നത്. ദുഗ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാണ്. ധാത്രി വളർത്തമ്മയാണ്. നിവാബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദകക്രിയക്കുള്ള ജലമാണ്. നിവാബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദകക്രിയക്കുള്ള ജലം. പാടവഹീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടവഹീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമർഥ്യമില്ലാത്തവളാണ്. ഫാലം നെറ്റിയാണ്. ബഹിർഭാഗം പുറംഭാഗം. അന്തർഭാഗം ഉള്ളിലുള്ള ഭാഗം അല്ലേ? അപ്പൊ ബഹിർഭാഗം പുറംഭാഗം. യത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനമാണ്. വക്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം, വായ എന്നൊക്കെ അർത്ഥമുണ്ട്. ശിഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീകരം എന്ന് പറഞ്ഞാൽ ജലഗണമാണ്. സ്വകീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായവർ, തനിക്കുള്ളവരാണ്. സ്വകീയർ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായവർ, തനിക്കുള്ളവർ എന്നൊക്കെയാണ് അർത്ഥം. കൈരളി കേരള ഭാഷ, മലയാളം. ദുഗ്ധം പാൽ. ധാത്രി വളർത്തമ്മ. നിവാംബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദകക്രിയക്കുള്ള ജലം.
പാഠവഹീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമർത്ഥ്യമില്ലാത്തവൾ. ഫാലം നെറ്റി, ബഹിർഭാഗം പുറംഭാഗം, യത്നം അധ്വാനം, വക്ത്രം മുഖം വായ, ശീകരം ജലഗണം, സ്വകീയർ സ്വന്തമായവർ തനിക്കുള്ളവർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് അടിയന്തര കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ നിർവഹിക്കേണ്ട കൃത്യമാണെന്ത് അടിയന്തര കർത്തവ്യം എന്ന് പറയുന്നത്. അനിവാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത എന്നാണ് അർത്ഥം. പരിവർത്തനം മാറ്റമാണ്. പരിവർത്തനം മാറ്റം. മതനിരപേക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരിഗണന ഇല്ലാതെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുള്ള നയമാണെന്ത് മതനിരപേക്ഷത എന്ന് പറയുന്നത്. മൂലഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ഗ്രന്ഥമാണ്. യുക്തിരാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയില്ലായ്മയാണ്. ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ശുഭമായി കലാശിക്കും എന്നുള്ള വിശ്വാസമാണ്. നെക്സ്റ്റ് സാർവജനീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർവജനീനം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ച എന്നാണ് അർത്ഥം. സാർവജനീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ച എന്നാണ് അർത്ഥം. സംപ്രേക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കൽ പ്രസരിപ്പിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട്. അയക്കൽ പ്രസരിപ്പിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട്. എന്ത് സംപ്രേഷണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഒന്നുകൂടെ പറയാം. അടിയന്തര കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ നിർവഹിക്കേണ്ട കൃത്യമാണ്. അനിവാര്യം ഒഴിവാക്കാൻ പറ്റാത്ത. പരിവർത്തനം മാറ്റം. മതനിരപേക്ഷത മതപരിഗണന ഇല്ലാതെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുള്ള നയം. നമ്മുടെ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്. മൂലഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ഗ്രന്ഥം. യുക്തിരാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയില്ലായ്മ. ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ശുഭമായി കലാശിക്കുമെന്നുള്ള വിശ്വാസം. സാർവജനീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ച. സംപ്രേഷണം എന്ന് പറഞ്ഞാൽ അയക്കൽ പ്രസരിപ്പിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതോടെ നമ്മുടെ അടിസ്ഥാന പാഠാവലി 10th അടിസ്ഥാന പാഠാവലിയും കഴിഞ്ഞു. നമുക്ക് 9ാം ക്ലാസ്സുകാരുടെ മലയാളം ടെക്സ്റ്റ് നോക്കാം. പദപരിചയങ്ങൾ അതിലുള്ള പദങ്ങൾ പരിചയപ്പെടാം.